ക്രിസ്തുവിൻ്റെ ക്രൂശ് മരണം ഒരു ശ്രേഷ്ഠ ജീവിതത്തിൻ്റെ ത്യാഗാത്മകമായ പര്യവസാനമായിട്ടല്ല, പിന്നെയോ മനുഷ്യർ രക്ഷ പ്രാപിക്കുവാനുള്ള മുഖാന്തരമായിട്ടാണ് ബൈബിൾ പഠിപ്പിക്കുന്നത്. ക്രിസ്തു ഒരു രക്തസാക്ഷി അല്ലായിരുന്നു, പിന്നെയോ അവൻ രക്ഷകൻ, മനുഷ്യവർഗത്തിൻ്റെ പാപത്തിൽ നിന്നും അവരെ ഉദ്ധരിക്കുന്ന രക്ഷകൻ. ഈ വിഷയം നമുക്ക് ഇന്നത്തെ പഠനത്തിൽ ഒന്ന് പ്രത്യേകം ചിന്തിക്കാം. ഇന്നത്തെ ജീവസന്ദേശ പഠനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ബൈബിൾ വായിക്കുമ്പോൾ യുക്തിക്ക് നിരക്കാത്ത പലതും അതിൽ കാണുന്നു എന്നതിനാൽ ബൈബിൾ വിശ്വസനീയമല്ല എന്ന ഉപസംഹാരത്തിൽ എത്തി നിൽക്കുന്ന അനേകരുണ്ട്. അവരെ കുറ്റം പറയുന്നില്ല. നിഷ്പക്ഷമായി ബൈബിൾ പഠിക്കുവാൻ പ്രോത്സാഹിപ്പിക്കുക മാത്രമാകുന്നു ഞാൻ ഈ പരിപാടിയിലൂടെ ചെയ്യുന്നത്. വിശുദ്ധ പൗലോസ് പറയുന്നത് ലോകത്തിൻ്റെ ജ്ഞാനം കൊണ്ട് ദൈവത്തിൻ്റെ ജ്ഞാനം ഗ്രഹിക്കുവാൻ കഴിയില്ല എന്നത്രേ. ക്രൂശിൻ്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വമാകുന്നു. ഈ കാരണത്താലാണ് ബൈബിളും കൊണ്ട് നടക്കുന്നവരെ പലരും കുറ്റം പറയുന്നതും അങ്ങനെയുള്ള അധിക്ഷേപം ഏൽക്കുവാൻ മനസ്സില്ലാത്തതിനാൽ ഒരു ക്രിസ്തു ശിഷ്യനാകുന്നു എന്ന് പറയുവാൻ പലരും മടിക്കുന്നതും. ഈ വിഷയത്തെക്കുറിച്ച് വിശുദ്ധ പൗലോസ് വളരെ ഭംഗിയായി വിവരിച്ചിരിക്കുന്ന ഒരു ഭാഗത്തേക്കാണ് നാം ഇന്ന് വരുന്നത്. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം നാം പഠിക്കുവാൻ ആരംഭിച്ചിരുന്നല്ലോ. ഇന്ന് 2-ാം അധ്യായത്തിലേക്ക് നാം വരികയാണ്. 1 കൊരിന്ത്യർ 2-ാം അധ്യായം. ആ ഭാഗം നിങ്ങൾ എന്നോടൊപ്പം എടുക്കുകയാണെങ്കിൽ നമുക്ക് ഒരുമിച്ച് വായിക്കുകയും ഒരുമിച്ച് പഠിക്കുകയും ചെയ്യാം. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായം ഇതിനോടകം പഠിച്ചു കഴിഞ്ഞല്ലോ. ഇന്ന് നാം 2-ാം അധ്യായത്തിലേക്ക് വരികയാണ്. 1-ാം അധ്യായത്തിൻ്റെ തുടർച്ചയായിട്ടുള്ള ചിന്ത 2-ാം അധ്യായത്തിൽ നാം കാണുന്നു. അതിൻ്റെ 1-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, ഞാനും സഹോദരന്മാരെ നിങ്ങളുടെ അടുക്കൽ വന്നപ്പോൾ വചനത്തിൻ്റെയോ ജ്ഞാനത്തിൻ്റെയോ വൈഭവം കൂടാതെ അത്രേ ദൈവത്തിൻ്റെ സാക്ഷ്യം നിങ്ങളോട് പ്രസ്താവിപ്പാൻ വന്നത്. പ്രസംഗിക്കുവാൻ പൗലോസ് സൈദ്ധാന്തികമായ ഒരു മാർഗം ഉപയോഗിച്ചില്ല എന്ന സത്യം ഞാൻ ആദ്യമേ സൂചിപ്പിക്കട്ടെ. അവൻ്റെ പ്രസംഗം തത്വജ്ഞാനം വിളമ്പുകയല്ലായിരുന്നു. അവൻ ദൈവവചനം പഠിപ്പിക്കുകയാണ് ചെയ്തത്. അവൻ മനുഷ്യരെ വശീകരിക്കുവാനുള്ള വാക്കുകളൊന്നുമല്ല ഉപയോഗിച്ചിരുന്നത്. തൻ്റെ വാക്സാമർത്ഥ്യം കാണിക്കുവാനും അവൻ ശ്രമം നടത്തിയില്ല. മാത്രമല്ല, പൗലോസ് ലോകജ്ഞാനത്തിൽ വന്നില്ല. അതായത് ദൈവത്തിൻ്റെ സാക്ഷ്യമോ മർമ്മമോ പ്രസ്താവിച്ചുകൊണ്ടല്ല അവൻ വന്നത്. എന്താണ് മർമ്മം എന്നതുകൊണ്ട് അവൻ അർത്ഥമാക്കിയത്? അതെ, നേരത്തെ വെളിപ്പെടുത്താതിരുന്നതും ഇപ്പോൾ വെളിപ്പെട്ട് കിട്ടിയതുമായ കാര്യങ്ങൾ. പൗലോസ് പ്രസംഗിച്ച ദൈവീക മർമ്മം യേശുക്രിസ്തു ക്രൂശിക്കപ്പെട്ടു എന്നുള്ളതത്രേ. അത് നേരത്തെ പ്രസംഗിച്ചിരുന്നില്ല, എന്നാൽ ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നു. പഴയ നിയമത്തിൽ ക്രിസ്തുവിൻ്റെ ക്രൂശീകരണം പ്രതീകമായും പ്രവചനത്തിലുമേ വെളിപ്പെടുത്തിയിരുന്നുള്ളൂ. യഥാർത്ഥ സംഭവം പുതിയത് എന്തോ ആയിരുന്നു, അതായത് നേരത്തെ വെളിപ്പെടുത്തിയിട്ടില്ലാത്തതെന്തോ. 2-ാം വാക്യത്തിൽ നാം കാണുന്നു, ക്രൂശിക്കപ്പെട്ടവനായ യേശുക്രിസ്തുവിനെ അല്ലാതെ മറ്റൊന്നും അറിയാത്തവനായി നിങ്ങളുടെ ഇടയിൽ ഇരിക്കണം എന്ന് ഞാൻ നിർണയിച്ചു. ഭിന്നതയും പിണക്കവും ഉണ്ടാക്കിയ തത്വശാസ്ത്രപരമായ ചർച്ചകളിലേക്ക് പൗലോസ് പ്രവേശിച്ചില്ല. ക്രിസ്തുവിൻ്റെ ക്രൂശ് പ്രസംഗിച്ചുകൊണ്ട് അവൻ നീങ്ങി. ക്രൂശിക്കപ്പെട്ടവനായ ഒരു രക്ഷകനെക്കുറിച്ച് അവൻ പ്രസംഗിച്ചു. ലോകത്തിൻ്റെ പാപങ്ങൾക്കായി മരിച്ച ഒരുവനെക്കുറിച്ച് പ്രസംഗിച്ചു. ഇന്ന് നമുക്ക് ഏറ്റവും അത്യാവശ്യമായുള്ള ശുശ്രൂഷ ഇതത്രേ, ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തുവിനെ പ്രസംഗിക്കുക. 3-ാം വാക്യത്തിൽ, ഞാൻ ബലഹീനതയോടും ഭയത്തോടും വളരെ നടുക്കത്തോടും കൂടെ നിങ്ങളുടെ ഇടയിൽ ഇരുന്നു. തൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളറ കാണുവാൻ നമ്മെ സഹായിക്കത്തക്കവണ്ണം പൗലോസ് തൻ്റെ ഹൃദയം തുറക്കുന്നു. അവൻ അവരുടെ ഇടയിൽ ആയിരുന്നപ്പോൾ വളരെയേറെ അസ്വസ്ഥനായിരുന്നു എന്ന് പൗലോസ് വ്യക്തമാക്കുന്നു. അവൻ ബലഹീനതയോടും ഭയത്തോടും വളരെ നടുക്കത്തോടും കൂടെ ആയിരുന്നു എന്നത്രേ പറയുന്നത്. ഈ ലോകത്തിലെ ബലഹീനമായതിനെ ദൈവം തിരഞ്ഞെടുത്തു എന്ന് പൗലോസ് പറഞ്ഞതിൽ ഒന്നും അത്ഭുതപ്പെടുവാനില്ലല്ലേ? തന്നെക്കുറിച്ച് തന്നെ ഉന്നതമായ ഒരു ചിന്താഗതിയൊന്നും പൗലോസിനില്ലായിരുന്നു. എന്നിരുന്നാലും അവനൊരു വലിയ ബുദ്ധിശാലിയും പല വിധത്തിലും ഒരു വലിയ മനുഷ്യനും ആയിരുന്നു. തന്നെ ഒരു മഹാനായി അവൻ ചിന്തിച്ചില്ല എന്നത് വ്യക്തമാണ്. 4-5 വാക്യങ്ങളിൽ നാം കാണുന്നത്, നിങ്ങളുടെ വിശ്വാസത്തിന് മനുഷ്യരുടെ ജ്ഞാനമല്ല ദൈവത്തിൻ്റെ ശക്തി തന്നെ ആധാരമായിരിക്കേണ്ടതിന് എൻ്റെ വചനവും എൻ്റെ പ്രസംഗവും ജ്ഞാനത്തിൻ്റെ വശീകരണ വാക്കുകളാലല്ല, ആത്മാവിൻ്റെയും ശക്തിയുടെയും പ്രദർശനത്താൽ അത്രയായിരുന്നത്. ഈ കാലങ്ങളിൽ നമുക്ക് മനുഷ്യജ്ഞാനത്തിൻ്റെതായി അനേകം വാക്കുകളുണ്ട്.
മനുഷ്യജ്ഞാനത്തിൻ്റെതായി പ്രസിദ്ധീകരിക്കുന്ന അനേകം പുസ്തകങ്ങളുണ്ട്. എന്തുമാത്രം പ്രസംഗങ്ങളാണ്! ഒരു കൺവെൻഷനിലെ പ്രസംഗം അടുത്ത കൺവെൻഷൻ സ്ഥലത്ത് കേൾക്കാവുന്നത്ര അടുത്തടുത്ത് കൺവെൻഷനുകൾ. ഏതെല്ലാം വിധത്തിലുള്ള ആർഭാടങ്ങളോടെയാണ് ഇതൊക്കെ നടത്തുന്നത്! എന്തെങ്കിലുമൊക്കെ പറയുവാൻ അറിയാവുന്നവരെല്ലാം പ്രസംഗകരും. എന്നാൽ ആത്മാവിൻ്റെയും ശക്തിയുടെയും പ്രദർശനമായി വളരെ കുറച്ചേ കാണുന്നുള്ളൂ എന്നത് ഒരു ദുഃഖസത്യമാണ്. എന്തെങ്കിലും കഥാപ്രസംഗം പോലെ കുറെ വിളിച്ചു പറഞ്ഞ് മനുഷ്യരെ ചിരിപ്പിച്ചിട്ട് പോകുക. ഇന്ന് കൺവെൻഷൻ മിക്കവാറും ഒരു വിനോദത്തിനുള്ള സമയമായി മാറിയിരിക്കുകയാണല്ലോ. വിനോദത്തിനായി പാട്ടും ചലച്ചിത്രവും മിമിക്രിയും ഇല്ലാത്ത സ്ഥലങ്ങളിൽ ആളുകൂടുകയുമില്ല. ഈ പ്രസംഗത്തിന് മുൻപ് പ്രസംഗിക്കുന്നവരും വേദി ഒരുക്കുന്നവരും എത്രമാത്രം പ്രാർത്ഥിക്കുമെന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമുക്ക് നല്ല അവതരണവും നല്ല വിഷയവും നല്ല സ്റ്റൈലും ഉണ്ടായിരുന്നാൽ മതി എന്ന് പ്രസംഗകരും, നമുക്ക് ആള് കൂട്ടുന്ന പ്രസംഗകരും, കൺവെൻഷൻ ചിലവിനുള്ള പണവും നാടിളകി ആളുകളും ഉണ്ടായിരുന്നാൽ മതിയെന്ന് സംഘാടകരും ചിന്തിക്കുന്നത് എത്ര ശോചനീയമാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നമുക്ക് എത്രയെത്ര ആവശ്യമാണെന്ന് ഓരോരുത്തരും ഗ്രഹിച്ചിരുന്നെങ്കിൽ നന്നായിരുന്നു. ഈ ഭാഗത്തെ അർത്ഥം മനുഷ്യജ്ഞാനം ഉപയോഗിച്ചൊരു മനുഷ്യനെ നേടിയാൽ അവൻ്റെ വിശ്വാസം മനുഷ്യജ്ഞാനത്തിൽ തന്നെ നിൽക്കും എന്നതാണ്. ഒരു മനുഷ്യനെ ദൈവശക്തിയാൽ വിശ്വാസത്തിലേക്ക് നേടിയാൽ അവൻ്റെ വിശ്വാസം ആ ശക്തിയിൽ തന്നെ നിലനിൽക്കും. ഈ കാരണത്താൽ അത്രേ ഞാനൊരു വലിയ വിഭാഗം ക്രിസ്തു വിശ്വാസ സാധൂകരണ ശാസ്ത്ര പ്രസംഗകരെയും ആത്മാർത്ഥമായി ചോദ്യം ചെയ്യുന്നത്. ഞാൻ ഉദ്ദേശിച്ചത് ബൈബിൾ ദൈവവചനമാണെന്ന് സ്ഥാപിക്കുവാൻ പാടുപെടുന്നവർ, അല്ലെങ്കിൽ ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം ശാസ്ത്രീയമാണെന്ന് തെളിയിക്കുവാൻ ശ്രമിക്കുന്നവർ, അല്ലെങ്കിൽ ജലപ്രളയം വാസ്തവത്തിൽ സംഭവിച്ചതാണെന്ന് കാണിക്കുന്നവർ. എന്നെ തെറ്റിദ്ധരിക്കരുത്. ഈ പറഞ്ഞതിനൊക്കെ അതിൻ്റെതായ സ്ഥാനങ്ങളുണ്ട്, ഇല്ലെന്ന് ഞാൻ പറഞ്ഞില്ല. അതിനുവേണ്ടി പ്രത്യേക പഠനം നടത്തിയിട്ടുള്ളവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എന്നാൽ ദൈവവചനം ദൈവശ്വാസീയമാണോ അല്ലയോ എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയല്ല രക്ഷ എന്നുള്ളത് എന്ന കാര്യം നാം മനസ്സിലാക്കിയിരിക്കണം. ആ കാര്യം തെളിയിക്കുക തന്നെ ചെയ്യാം. ചോദ്യം എന്തെന്നാൽ താങ്കളുടെ വിശ്വാസം എവിടെയാണ് ഉറപ്പിച്ചിരിക്കുന്നത്? നമ്മുടെ വിശ്വാസം ദൈവശക്തിയിൽ ഉറച്ചിരിക്കണം. 6-ാം വാക്യത്തിൽ, എന്നാൽ തികഞ്ഞവരുടെ ഇടയിൽ ഞങ്ങൾ ജ്ഞാനം സംസാരിക്കുന്നു, ഈ ലോകത്തിൻ്റെ ജ്ഞാനമല്ല, നശിച്ചു പോകുന്നവരായ ഈ ലോകത്തിൻ്റെ ജ്ഞാനവുമല്ല. ഞാൻ ലോകപ്രകാരമുള്ള മാർഗങ്ങളൊന്നും ഉപയോഗിക്കുന്നില്ല എന്ന് പൗലോസ് പറയുന്നു. 7-ാം വാക്യം, ദൈവം ലോക സൃഷ്ടിക്ക് മുമ്പേ നമ്മുടെ തേജസ്സിനായി മുൻ നിയമിച്ചതും മറഞ്ഞിരുന്നതുമായ ദൈവത്തിൻ്റെ ജ്ഞാനമത്രേ മർമ്മമായി ഞങ്ങൾ പ്രസ്താവിക്കുന്നു. വീണ്ടും ഇവിടെ ഇതാ മർമ്മം എന്ന പദം. ഈ പദം നാം വ്യക്തമായി മനസ്സിലാക്കണം. ഇതേതോ സംഗതി മനസ്സിലാക്കുവാൻ സാധിക്കാത്തത് എന്ന അർത്ഥത്തിലല്ല. പല നോവലുകളിലും കാണുന്ന മർമ്മം അല്ലെങ്കിൽ മിസ്റ്ററി അല്ല, നിഗൂഢത അല്ല. പണ്ട് വെളിപ്പെടുത്താതിരുന്നതും ഇപ്പോൾ വെളിപ്പെട്ടിരിക്കുന്നതുമായൊരു വസ്തുതയാണ് മർമ്മം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. പുതിയ നിയമത്തിൽ ഈ പദം ഏകദേശം 27 പ്രാവശ്യം ഉപയോഗിച്ചിട്ടുണ്ട്. മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യത്തിൽ നമ്മുടെ കർത്താവ് ഈ പദം ഉപയോഗിച്ചിരിക്കുന്നത് ഒന്ന് ശ്രദ്ധിക്കുക. സ്വർഗരാജ്യത്തിൻ്റെ മർമ്മങ്ങളെ അറിവാൻ നിങ്ങൾക്ക് വരം ലഭിച്ചിരിക്കുന്നു. ആ അധ്യായത്തിലെ ഉപമകളെ മർമ്മങ്ങളുടെ, നിഗൂഢതകളുടെ ഉപമകൾ എന്നാണല്ലോ അറിയപ്പെടുന്നത്. എന്തുകൊണ്ടാണ് അവയെ മർമ്മങ്ങളുടെ ഉപമകൾ എന്ന് വിളിക്കുന്നത്? അതിൻ്റെ കാരണം ആ ഉപമകളിൽ രാജാവിനെ തള്ളിക്കളയുന്നത് മുതൽ താൻ രാജ്യം സ്ഥാപിക്കുവാൻ മടങ്ങി വരുന്നത് വരെയുള്ള കാലയളവിൽ രാജ്യം ഏതൊരു ദിശയിലേക്കായിരിക്കും നീങ്ങുന്നത് എന്ന കാര്യം യേശു വിവരിക്കുകയാണ് ചെയ്യുന്നത്. ചരിത്രത്തിലെ ഈ പറഞ്ഞ കാലയളവ് പഴയ നിയമത്തിൽ എങ്ങും വെളിപ്പെടുത്തിയിട്ടില്ല. ദൈവം അത് മനുഷ്യർക്ക് വെളിപ്പെടുത്തിയില്ല. കർത്താവ് മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായത്തിൽ മർമ്മങ്ങളുടെ ഉപമയെക്കുറിച്ച് പറഞ്ഞപ്പോൾ ആദ്യമായിട്ടാണ് ഈ വലിയ സത്യം വെളിപ്പെടുത്തുന്നത്. നേരത്തെ മറഞ്ഞിരുന്നത് യേശു ഇപ്പോൾ വെളിപ്പെടുത്തി. ഇപ്പോൾ ഇവിടെ കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിൽ പൗലോസ് പറയുന്നു, ദൈവത്തിൻ്റെ ജ്ഞാനം അത്രയും മർമ്മമെന്ന്. പൗലോസ് പറയുന്നു, ഞങ്ങൾ ദൈവത്തിൻ്റെ ജ്ഞാനമാകുന്നു സംസാരിക്കുന്നതെന്ന്. ഞങ്ങൾക്കൊരു തത്വശാസ്ത്രമുണ്ട്. അത് ഈ കാലത്തിൻ്റേതല്ല, ഈ ലോകത്തിൻ്റേതല്ല, പിന്നെയോ അത് ദൈവത്തിൻ്റെ ജ്ഞാനമാകുന്നു. അത് ക്രിസ്തുവിൻ്റെ ക്രൂശിനെ സംബന്ധിക്കുന്നതത്രേ. ദൈവത്തിൻ്റെ ജ്ഞാനം ഞങ്ങൾ ഒരു മർമ്മമായി പ്രസ്താവിക്കുന്നു. അതെ, മറഞ്ഞിരിക്കുന്ന ജ്ഞാനം. അത് ദൈവം നമ്മുടെ തേജസ്സിനായി ലോകസ്ഥാപനത്തിനു മുൻപേ മുൻനിയമിച്ചതത്രേ. 8-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, അത് ഈ ലോകത്തിൻ്റെ പ്രഭുക്കന്മാർ ആരും അറിഞ്ഞില്ല. അറിഞ്ഞിരുന്നു എങ്കിൽ അവർ തേജസ്സിൻ്റെ കർത്താവിനെ ക്രൂശിക്കയില്ലായിരുന്നു. അതെ, അവർക്കറിയില്ലായിരുന്നു എന്ന് ഇപ്പോൾ മനസ്സിലായോ? 9-ാം വാക്യം, ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്കൊരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യൻ്റെയും ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല എന്ന് എഴുതിയിരിക്കുന്നത് പോലെ തന്നെ ലോകത്തിൻ്റെ ഉന്നതന്മാരായ പ്രതിനിധികൾക്ക് ദൈവത്തിൻ്റെ ജ്ഞാനം അറിഞ്ഞുകൂടാ. ഇത്
ആത്യന്തികമായി തെളിയിക്കുന്നതും ക്രിസ്തുവിൻ്റെ ക്രൂശാണ്. ക്രൂശ് മരണം സാധിക്കുന്നതിന് മനുഷ്യപ്രകൃതി ആവശ്യമായിരുന്നു. എന്നാൽ തേജസ്സിൻ്റെ കർത്താവാണ് അങ്ങനെ മരിച്ചത്. ഈ 9-ാം വാക്യം നാം വായിച്ചത് വളരെയേറെ തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുള്ളതാണെന്ന് എനിക്കുറപ്പുണ്ട്. പലപ്പോഴും ശവസംസ്കാരവുമായി ബന്ധപ്പെടുത്തി ഈ വാക്യം ഉദ്ധരിക്കാറുണ്ടല്ലേ? അങ്ങനെ ഒരു സ്ഥലത്ത് ഒരിക്കലും ആ അർത്ഥത്തിൽ ഈ വാക്യം ഉപയോഗിക്കരുതാത്തതാണ്. മരിച്ചുപോയ പ്രിയപ്പെട്ടവരുടെ മൃതദേഹത്തെ നോക്കിക്കൊണ്ട് ഈ വാക്യം തെറ്റായി ഉപയോഗിക്കുന്നത് തീർച്ചയായിട്ടും വലിയ തെറ്റാണ്. ഇതാ, ഇവിടെ ഈ കിടക്കുന്ന ഈ വ്യക്തിയുടെ ഭൗതിക ശരീരം മാത്രമാകുന്നു ഇത്. ഈ ജീവിതത്തിൽ അവൻ ശരിക്കും മനസ്സിലാക്കിയില്ല, എന്നാൽ ഇപ്പോൾ ഇദ്ദേഹം മഹത്വത്തിലാണ്, അവിടെ എല്ലാം മനസ്സിലാകും. ഈ വാക്യം ഇങ്ങനൊരു ആശയം നൽകണമെന്നല്ല പൗലോസ് ആഗ്രഹിച്ചത്. പൗലോസ് പറയുന്നത് ഇവിടെ ഇപ്പോൾ ചില കാര്യങ്ങൾ കണ്ണ് കണ്ടിട്ടില്ല എന്നത്രേ. നമുക്കൊരു വലിയ പങ്ക് അറിവും ലഭിക്കുന്നത് കണ്ണ് എന്ന ആ കവാടത്തിലൂടെയാണില്ലേ? കണ്ണുകളിലൂടെ നാം പഠിക്കുന്നത്രയും മറ്റൊരു വിധത്തിലും പഠിക്കുന്നില്ല എന്ന് മറക്കരുത്. മനുഷ്യജ്ഞാനം നാം നേടുന്ന മറ്റൊരു മാർഗം കാതിലൂടെയാണ്, കേൾക്കുന്നതിലൂടെ നാം പഠിക്കുന്നു. പൗലോസ് പറയുന്നു, കേൾക്കുന്നത് കൊണ്ട് മാത്രം ചില കാര്യങ്ങൾ നമുക്ക് പഠിക്കുവാൻ സാധിക്കാതെ വരുന്നു എന്ന്. തുടർന്ന് അവൻ പറയുന്നത് ഒരു മനുഷ്യൻ്റെയും ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല എന്നത്രേ. അതായത് അഗാധ ചിന്ത കൊണ്ടോ യുക്തി കൊണ്ടോ ഒന്നും മനസ്സിലാക്കിയിട്ടില്ല എന്നത്രേ. മാനുഷിക മാർഗത്തിലൂടെ നേടുവാൻ സാധിക്കാത്ത ഏതാനും കാര്യങ്ങളുണ്ട്. ദൈവത്തെ തേടി നടന്ന് കണ്ടുപിടിക്കുവാൻ താങ്കൾക്ക് സാധ്യമല്ല. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ദൈവം ഒരുക്കിയിട്ടുള്ളത് കണ്ണുകൾ കൊണ്ടോ കാതുകൾ കൊണ്ടോ യുക്തി കൊണ്ടോ പ്രാപിക്കുവാൻ ആരാലും സാധ്യമല്ല. എന്നാൽ പിന്നെ നാം അതെങ്ങനെയാണ് സ്വന്തമാക്കുവാൻ പോകുന്നത്? അതെ, 10-ാം വാക്യം, നമുക്കോ ദൈവം തൻ്റെ ആത്മാവിനാൽ വെളിപ്പെടുത്തിയിരിക്കുന്നു. ആത്മാവ് സകലത്തെയും ദൈവത്തിൻ്റെ ആഴങ്ങളെയും ആരായുന്നു. കണ്ണുകളിലൂടെയോ കാതുകളിലൂടെയോ നമുക്ക് ലഭിക്കാത്തത് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ പഠിപ്പിക്കും. ബൈബിൾ പഠിക്കുന്നതിനാൽ നമുക്ക് അനേകം കാര്യങ്ങൾ ഗ്രഹിക്കുവാൻ സാധിക്കുമെന്നത് തീർച്ചയാണ്. അതായത് ബൈബിൾ ചരിത്രം നമുക്ക് പഠിക്കാം, അതിലെ അനുഗ്രഹീത കവിതകൾ നമുക്ക് പഠിക്കാം, അങ്ങനെ പലതും. എന്നാൽ ആ വഴിയായി ആത്മിക സത്യങ്ങൾ ഗ്രഹിക്കുവാൻ നമുക്ക് സാധ്യമല്ല. എന്തുകൊണ്ട്? കാരണം നമുക്കോ ദൈവം തൻ്റെ ആത്മാവിനാൽ വെളിപ്പെടുത്തിയിരിക്കുന്നു. താങ്കളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും പ്രാർത്ഥനാ വിഷയങ്ങളും ഇന്ന് തന്നെ ഞങ്ങളെ വിളിച്ചറിയിക്കുക. വിളിക്കേണ്ട നമ്പർ 8281384455. ഇന്നത്തെ പ്രോഗ്രാം താങ്കൾക്ക് ഇഷ്ടപ്പെട്ടുവോ? എങ്കിൽ ഉടൻ തന്നെ ഞങ്ങൾക്കൊരു മിസ് കോൾ തരിക. അടുത്ത വിജയി ഒരുപക്ഷെ താങ്കളായിരിക്കാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് മാത്രം നമ്മെ പഠിപ്പിക്കാവുന്ന ചില കാര്യങ്ങളുണ്ട് എന്നോർക്കുക. നമുക്കോ എന്ന് പറഞ്ഞിരിക്കുന്നത് ഇതുവരെ പറഞ്ഞവരിൽ നിന്നും വ്യത്യസ്തരാകുന്നു എന്ന് കാണിക്കുവാനാണ്. ഇതുവരെ ഈ ലോകത്തിൻ്റെ പ്രഭുക്കന്മാരെ കുറിച്ചാണ് പറഞ്ഞു വന്നത്. ഇവിടെ രക്ഷിക്കപ്പെട്ട നമ്മെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ആത്മാവ് ആരായിരുന്നു എന്ന് പറഞ്ഞിരിക്കുന്നതിനാൽ പരിശുദ്ധാത്മാവിൻ്റെ വ്യക്തിത്വം, ദൈവത്വം, സർവജ്ഞാനം എന്നിവയെ വെളിപ്പെടുത്തുന്നു. ആരായിരുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത് കണ്ടുപിടിക്കാനോ ഗ്രഹിക്കാനോ ശ്രമിക്കുന്നു എന്ന അർത്ഥത്തിലല്ല. ദൈവത്തിന് അറിയാവുന്നതെല്ലാം ആത്മാവിന് അറിയാം എന്ന് കാണിക്കുവാനാണ്. 11-ാം വാക്യത്തിൽ മനുഷ്യനിലുള്ളത് അവനിലെ മനുഷ്യാത്മാവല്ലാതെ മനുഷ്യരിൽ ആർ അറിയും? അതുകൊണ്ടും തന്നെ ദൈവത്തിലുള്ളത് ദൈവാത്മാവല്ലാതെ ആരും ഗ്രഹിച്ചിട്ടില്ല. താങ്കൾക്കും എനിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാകും. കാരണം നമ്മളുള്ളത് മനുഷ്യാത്മാവാണ്. ഉദാഹരണത്തിന്, താങ്കൾ തെന്നി വീണാൽ എപ്രകാരമായിരിക്കും ചിന്തിക്കുന്നത് എന്ന് എനിക്ക് ഏകദേശം അറിയാം. അത് തീർച്ചയായും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണല്ലേ. എൻ്റെ ഒരു സുഹൃത്ത് വലിയ ഗമയ്ക്ക് അങ്ങോട്ട് നടന്നു പോകുമ്പോൾ കാല് തെറ്റി ഒരു വീഴ്ച. പെട്ടെന്ന് ആൾ ചുറ്റും നോക്കിയിട്ട് എഴുന്നേറ്റൊരു നടപ്പ്. ആരും കണ്ടില്ല എന്ന് ഉറപ്പ് വരുത്തുവാനാണ് ചുറ്റും നോക്കിയത്. അതെനിക്കറിയാം, കാരണം ഞാനും ഒരു മനുഷ്യനാണ്. എന്നാൽ ദൂരെ ഇരുന്നു കൊണ്ട് ഞാനത് കണ്ട് ചിരിക്കുവാനല്ലാതെ എനിക്കൊന്നും കഴിയുമായിരുന്നില്ല. കാരണം എന്നിലുള്ളത് മനുഷ്യാത്മാവാണ്, അല്ലേ? അയാൾക്ക് എങ്ങനെ തോന്നി എന്നെനിക്കറിയാം. എന്നാൽ ദൈവം എപ്രകാരമാണ് ചിന്തിക്കുന്നതെന്ന് എനിക്കറിയില്ല. ദൈവത്തെക്കുറിച്ച് എനിക്ക് എന്തെങ്കിലും ഗ്രഹിക്കണമെന്നുണ്ടെങ്കിൽ അവൻ അതെനിക്ക് വെളിപ്പെടുത്തി തരണം. അല്ലാത്ത പക്ഷം ഞാൻ നിസ്സഹായനാണ്. 12-ാം വാക്യത്തിൽ നാമോ ലോകത്തിൻ്റെ ആത്മാവിനെയല്ല ദൈവം നമുക്ക് നൽകിയത് അറിവാനായി ദൈവത്തിൽ നിന്നുള്ള ആത്മാവിനെ അത്രേ പ്രാപിച്ചത്. ദൈവത്തിൻ്റെ ആത്മാവ് വെളിപ്പെടുത്തിയെങ്കിൽ മാത്രമേ ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കൂ. അതവൻ സൗജന്യമായി തന്നെ ചെയ്യുന്നു. നമ്മുടെ അധ്യാപകൻ ആയിരിക്കുവാൻ അവൻ ആഗ്രഹിക്കുന്നു. ദൈവത്തിൽ നിന്ന് അകന്നതും ദൈവിക ജ്ഞാനത്തെ മനസ്സിലാക്കുവാൻ കഴിയാത്തതുമായ മാനുഷിക പ്രമാണമത്രേ ലോകത്തിൻ്റെ ആത്മാവെന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ദൈവാത്മാവിനാൽ വെളിപ്പാടുകൾ ലഭിച്ചതുപോലെ
അവയുടെ അർത്ഥം ഗ്രഹിക്കുവാൻ ആത്മാവിൻ്റെ സഹായവും നമുക്ക് ലഭിക്കുന്നു. ഇത് ദൈവജനത്തിൻ്റെ പദവിയാണ്. 13-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, അത് ഞങ്ങൾ മനുഷ്യജ്ഞാനം ഉപദേശിക്കുന്ന വചനങ്ങളാലല്ല, ആത്മാവ് ഉപദേശിക്കുന്ന വചനങ്ങളാൽ തന്നെ പ്രസ്താവിച്ചുകൊണ്ട് ആത്മികന്മാർക്ക് ആത്മികമായത് തെളിയിക്കുന്നു. ആത്മാവ് ഉപദേശിക്കുന്ന വചനങ്ങളാൽ. 10-ാം വാക്യത്തിൽ നാം കണ്ടത് വെളിപ്പാടിനെക്കുറിച്ചായിരുന്നു. 12-ാം വാക്യത്തിൽ പ്രകാശനത്തെക്കുറിച്ചാണ് വായിച്ചത്. ഈ വാക്യത്തിൽ ആത്മനിശ്വസ്തതയാണ് വിഷയം. ആത്മാവ് വെളിപ്പെടുത്തുന്ന സത്യങ്ങളെ ആത്മാവ് നൽകുന്ന ഭാഷയിലാണ് അപ്പോസ്തലൻ പ്രസംഗിച്ചത്. അപ്പോസ്തലന്റെ പ്രസംഗത്തിനും എഴുത്തുകൾക്കും ആത്മനിശ്വസ്തത അവകാശപ്പെടുന്നു. ആശയം മാത്രമല്ല, വാക്കുകളും ആത്മനിശ്വസ്തമാണ്. ആത്മീകന്മാർക്ക് ആത്മീകമായത് തെളിയിക്കുന്നു. ആത്മീയ ആശയങ്ങൾ തെളിയിക്കുവാൻ ആത്മാവ് തരുന്ന വാക്കുകൾ ഉപയോഗിക്കുന്നു. തുടർന്ന് പൗലോസ് വളരെ ഉന്നതമായ ഒരു പ്രസ്താവന ചെയ്യുന്നു. തിരുവചനത്തിലെ പ്രത്യക്ഷ പ്രമാണങ്ങളിൽ ഒന്നത്രേ ഇത്. 14-ാം വാക്യം, എന്നാൽ പ്രാകൃത മനുഷ്യൻ ദൈവാത്മാവിൻ്റെ ഉപദേശം കൈക്കൊള്ളുന്നില്ല, അത് അവന് ഭോഷത്വമാകുന്നു. ആത്മീകമായി വിവേചിക്കേണ്ടതാകയാൽ അത് അവന് ഗ്രഹിപ്പാൻ കഴിയുന്നതുമല്ല. പ്രാകൃത മനുഷ്യന് ദൈവത്തിൻ്റെ കാര്യങ്ങൾ ലഭിക്കുവാൻ കഴിയുകയില്ല. എന്തുകൊണ്ട്? കാരണം അവ അവന് ഭോഷത്വമാണ്. എന്നെ കേൾക്കുന്ന പ്രിയ സുഹൃത്തെ, താങ്കൾ ഒരു ദൈവപൈതലായിട്ടില്ല എങ്കിൽ ഞാൻ പറയുന്നത് താങ്കൾക്ക് വെറും മടയത്തരമായി മാത്രമേ തോന്നൂ. ഒരു പണിയും ഇല്ലാത്തതിനാൽ ഏതാണ്ടൊക്കെ പറഞ്ഞു കൂട്ടുന്നു. അങ്ങനെ അർത്ഥമില്ലാത്തതായി താങ്കൾക്ക് തോന്നുന്ന ഈ കാര്യങ്ങൾ പറയുന്നതിനാൽ എനിക്ക് ഭൗതികമായി ഏതാണ്ട് വലിയ വരുമാനമുണ്ടെന്ന് പോലും അനേകർ ചിന്തിക്കുന്നു. ഒരു ദൈവപൈതലായി തീർന്നിട്ടില്ലാത്ത ഒരാൾക്ക് ഞാനീ പറയുന്നത് ഭോഷത്വമായി തോന്നുന്നില്ല എങ്കിൽ ആ വ്യക്തിക്കോ അല്ലെങ്കിൽ എന്നിലോ ഏതോ തകരാറുണ്ട്. ഞങ്ങളിൽ ഒരാൾ തെറ്റാണ്. ദൈവം പറയുന്നത് ക്രിസ്തുവിൻ്റെ ക്രൂശ് രക്ഷയ്ക്കുള്ള ഉപാധിയായി പ്രസംഗിക്കുന്നത് പ്രാകൃത മനുഷ്യന്, സ്വാഭാവിക മനുഷ്യന് ഭോഷത്വമാകുന്നു എന്നത്രേ. അത് അവൻ ഒരർത്ഥവും ഉള്ളതായി തോന്നുകയില്ല. അതവന് ഗ്രഹിപ്പാൻ കഴിയുന്നതുമല്ല. ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് എൻ്റെ മനസ്സിലൊരു ചിന്തയുണ്ടായിരുന്നത് എന്തെന്നാൽ, ആരെഴുതിയ എന്തും എനിക്ക് മനസ്സിലാകുമെന്നത്രേ. എന്നാൽ ആ ചിന്ത ശരിയല്ല എന്ന് എനിക്ക് മനസ്സിലായി. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എൻ്റെ മനസ്സും ഹൃദയവും തുറക്കാത്തിടത്തോളം ദൈവവചനം മനസ്സിലാക്കുവാൻ എന്നെക്കൊണ്ട് സാധ്യമല്ല. ഇതുറപ്പാണ്. അവ ആത്മീകമായി വിവേചിക്കേണ്ടതാണ്. ദൈവത്തിൻ്റെ ആത്മാവിനും മാത്രമേ ക്രിസ്തുവിനുള്ള കാര്യങ്ങൾ എടുത്ത് നമ്മെ മനസ്സിലാക്കുവാൻ സാധിക്കൂ. യേശു ക്രിസ്തു തന്നെ പറഞ്ഞു, സത്യത്തിൻ്റെ ആത്മാവ് വരുമ്പോഴോ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. അവൻ സ്വയമായി സംസാരിക്കാതെ താൻ കേൾക്കുന്നത് സംസാരിക്കുകയും വരുവാനുള്ളത് നിങ്ങൾക്ക് അറിയിച്ചു തരികയും ചെയ്യും. അവൻ എനിക്കുള്ളതിൽ നിന്ന് എടുത്ത് നിങ്ങൾക്ക് അറിയിച്ചു തരുന്നതുകൊണ്ട് എന്നെ മഹത്വപ്പെടുത്തും. യോഹന്നാൻ 16:13-14 ഞാൻ വായിച്ചത്. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, ദൈവത്തിൻ്റെ ആത്മാവ് ക്രിസ്തുവിനുള്ള കാര്യങ്ങൾ താങ്കൾക്ക് കാണിച്ചു തരുന്നില്ല എങ്കിൽ കൊരിന്ത്യ ലേഖനം താങ്കൾക്കൊന്നും മനസ്സിലാകില്ല. ഇവിടെ പ്രാകൃത മനുഷ്യൻ എന്ന് പറഞ്ഞിരിക്കുന്നത് രക്ഷിക്കപ്പെടാത്തവരെക്കുറിച്ചാകുന്നു എന്നറിയാമല്ലോ. ദൈവാത്മാവില്ലാത്തവർ, അങ്ങനെയുള്ളവരുടെ ആഗ്രഹങ്ങളും താല്പര്യങ്ങളും മാനുഷികം മാത്രമായിരിക്കും. ഇന്ന് അനേകർക്കും ഭൗതികമായ കാര്യങ്ങളെക്കാൾ കൂടുതലായി ഒന്നും ചിന്തിക്കുവാൻ കഴിയാത്തതിന് കാരണം ദൈവമക്കളായി തീർന്നിട്ടില്ല എന്നതത്രേ. എന്ന് പറഞ്ഞാൽ ദൈവാത്മാവില്ലാത്തവരാണ്. അവർ പ്രാർത്ഥിക്കുന്നത് പോലും ഈ ലോകത്തിൽ തങ്ങൾക്കുള്ള സുഖസൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുവാൻ വേണ്ടി മാത്രമാണ്. ദൈവത്തെ സ്നേഹിക്കുന്നതിനാൽ അതിൽ കൂടുതൽ വല്ലതുമുണ്ടെന്ന് അവർക്കറിയില്ല. അത് ഗ്രഹിപ്പാൻ അവർക്ക് കഴിയുമില്ല. എത്ര പരിതാപകരമില്ലേ? 15-16 വാക്യങ്ങൾ കൂടി ഞാൻ വായിക്കട്ടെ. ആത്മീയനോ സകലത്തെയും വിവേചിക്കുന്നു, താൻ ആരാലും വിവേചിക്കപ്പെടുന്നതുമില്ല. കർത്താവിൻ്റെ മനസ്സറിഞ്ഞ് അവനെ ഗ്രഹിപ്പിക്കാകുന്നവൻ ആർ? നാമോ ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവർ ആകുന്നു. ആത്മീയൻ എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഉള്ളിലുള്ളവൻ എന്നാണ് അർത്ഥം. അവൻ ദൈവപൈതൽ ആകുന്നു. അവൻ സകലത്തെയും വിവേചിക്കുന്നു, എന്നാൽ അവൻ ഈ കാര്യങ്ങൾ മനസ്സിലാകുന്നു എന്നത്രേ. സകലത്തെയും വിവേചിക്കുന്നു എന്നാൽ അവൻ ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാകുന്നു. താൻ ആരാലും വിവേചിക്കപ്പെടുന്നതുമില്ല എന്ന് പറഞ്ഞാൽ അവനെ മറ്റുള്ളവർ മനസ്സിലാക്കില്ല, ഉള്ളതുപോലെ ഗ്രഹിക്കില്ല എന്നത്രേ. പ്രാകൃത മനുഷ്യന്റെ നേരെ വിപരീതമാണ് ആത്മീയ മനുഷ്യൻ. ആത്മീയൻ ദൈവിക സത്യങ്ങൾ മനസ്സിലാക്കുന്നു, എന്നാൽ അവൻ പ്രാകൃത മനുഷ്യനാൽ തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുന്നു. കർത്താവിൻ്റെ മനസ്സറിഞ്ഞ് അവനെ ഗ്രഹിപ്പിക്കാകുന്നവൻ ആർ? ആർക്കാണ് ദൈവത്തെ ഗ്രഹിപ്പിക്കുവാൻ അല്ലെങ്കിൽ പഠിപ്പിക്കുവാൻ സാധിക്കുന്നത്? ആർക്കാണ് ദൈവത്തിൻ്റെ മനസ്സ് മനസ്സിലാകുന്നത്? നമുക്ക് ദൈവത്തോടൊന്നും പറയുവാൻ കഴിയില്ല, എന്നാൽ ദൈവത്തിന് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് വെളിപ്പെടുത്തി തരുവാൻ സാധിക്കും. എന്നിരുന്നാലും നമുക്ക് ക്രിസ്തുവിൻ്റെ മനസ്സുണ്ടാകുന്നത് വരെ ദൈവത്തിൻ്റെ ആത്മാവിന് ആത്മീയ കാര്യങ്ങൾ നമുക്ക് വെളിപ്പെടുത്തി തരുവാൻ സാധിക്കില്ല. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, ഞാനൊന്ന് ചോദിച്ചു കൊള്ളട്ടെ. താങ്കളൊരു ദൈവവേദലായി തീർന്നിട്ടില്ല എങ്കിൽ, രക്ഷിക്കപ്പെട്ട വ്യക്തി അല്ലെങ്കിൽ, ക്രൂശിനെക്കുറിച്ചുള്ള പ്രസംഗം താങ്കൾക്ക് ഭോഷത്വമായിട്ടല്ലേ തോന്നുന്നത്? ക്രൂശിൽ ഇത്ര ശാപമായി മരിക്കുന്ന ഒരു മനുഷ്യൻ്റെ, മുഴുവനായും പരാജയപ്പെട്ട ഒരു വ്യക്തിയുടെ ആ ചിത്രം, അതല്ലേ താങ്കൾ ചിന്തിക്കുന്നത്? അങ്ങനെ പരാജയപ്പെട്ട ഒരാളെ വിശ്വസിക്കുന്നത് ഒരു വിഡ്ഢിത്തരമായി മാത്രമല്ലേ താങ്കൾക്ക് തോന്നുന്നത്? അല്ലാതെ രക്ഷയ്ക്കുള്ള മാർഗമായി തോന്നുന്നില്ലല്ലോ.
എന്നിട്ടും ദൈവം പറയുന്നത് തൻ്റെ പുത്രനെ ക്രൂശിന്മേൽ മരിക്കുവാനും തന്മൂലം നമ്മുടെ ആശ്രയം അവനിൽ അർപ്പിച്ച് നാം രക്ഷിക്കപ്പെടുവാൻ വേണ്ടി അവനെ നൽകുന്നതായിരുന്നു തൻ്റെ മാർഗം എന്നും തൻ്റെ ജ്ഞാനമെന്നും അത്രേ. താങ്കൾ സത്യസന്ധമായി പറയുന്ന പക്ഷം ഈ പറയുന്നത് വിഡ്ഢിത്തരമായി താങ്കൾക്ക് തോന്നുന്നു എന്ന് സമ്മതിക്കും. താങ്കൾ ദൈവപൈതലല്ല എങ്കിലത്തെ കാര്യമാണ് ഞാൻ പറയുന്നത്. ദൈവമക്കൾക്ക് ഇതിനോളം വലിയ ജ്ഞാനം, ഇതിനോളം വലിയ മർമ്മം, ഇതിനോളം വലിയ ഒരു കാര്യം വേറെയില്ല. പൗലോസ് 2 വിധത്തിലുള്ള മനുഷ്യരെക്കുറിച്ച് പറയുന്നു: പ്രാകൃത മനുഷ്യനും ആത്മിക മനുഷ്യനും. പ്രാകൃത മനുഷ്യൻ അത്രേ ആദാമിൻ്റെ സന്തതി, ഒരു പാപ സ്വഭാവത്തോടുകൂടി ലോകത്തിൽ പിറന്നവൻ. അതെ, ദുഷ്ടത പ്രവർത്തിക്കുവാനുള്ള ആ ചായ്വോടുകൂടെ ജനിച്ചവൻ. വാസ്തവത്തിൽ സ്വാഭാവിക മനുഷ്യന് ചെയ്യുവാൻ സാധിക്കുന്നത് അത്രമാത്രമാണ്. നാം നന്മ ചെയ്യുമ്പോൾ പോലും വ്യത്യസ്തങ്ങളായ ലക്ഷ്യങ്ങളോടെയാണ് ചെയ്യുന്നത്. ദൈവവേല ചെയ്യുമ്പോൾ പോലും തെറ്റായ ലക്ഷ്യങ്ങളോടെ ചെയ്യുന്നവരുണ്ട്. പൗലോസ് പറയുന്നു, പ്രാകൃത മനുഷ്യന് ദൈവാത്മാവിനുള്ള കാര്യങ്ങൾ പ്രാപിക്കുവാൻ സാധ്യമല്ല എന്ന്, അവ അവന് ഭോഷത്വമാകുന്നു എന്ന്. പിന്നീട് മറ്റൊരു വ്യക്തിയെക്കുറിച്ച് പറയുന്നു, ആത്മികൻ. പൗലോസ് പറയുന്നത് ആത്മികൻ സകലത്തെയും വിവേചിക്കുന്നു എന്നത്രേ. അവന് മനസ്സിലാക്കുവാൻ കഴിവുണ്ട്, അവന് ആത്മികമായ ഒരു വിവേചനാശക്തിയുണ്ട്. ആത്മികന്റെ ആത്മിക വിവേചനാശക്തി പ്രാകൃത മനുഷ്യൻ തെറ്റിദ്ധരിക്കുന്നു. കാരണം ഈ പ്രാകൃത മനുഷ്യൻ അറിയില്ല എന്തുകൊണ്ടാണ് ഈ ആത്മികൻ ഇങ്ങനെ പ്രവർത്തിക്കുന്നതെന്ന്. അതത്രേ ആത്മികനും പ്രാകൃതനും തമ്മിലുള്ള വ്യത്യാസം. ഒരു ആത്മികൻ അങ്ങനെ ആയിരിക്കുന്നതിൻ്റെ കാരണം അയാൾക്ക് ദൈവവചനവുമായുള്ള ബന്ധം ആകുന്നു. പ്രാകൃത മനുഷ്യന് അത് ഭോഷത്വമാകുന്നു. ആത്മികൻ ദൈവവചനം വിവേചിച്ചറിയുന്നു, അതിൻ്റെ പ്രാധാന്യം അവൻ മനസ്സിലാക്കും. ദൈവവചനത്തിൽ അടിയുറച്ച ഒരു ദൈവപൈതലിൻ്റെ ജീവിതം ശോഭിക്കുന്നത് കാണാം. അവൻ്റെ അഥവാ അവളുടെ പരിജ്ഞാനം മറ്റുള്ളവർക്ക് വിസ്മയാജനകമായിരിക്കും. സ്കൂളിൻ്റെ പടി കണ്ടിട്ടില്ലായിരിക്കും, എന്നാൽ അവരുടെ പരിജ്ഞാനം, അവർ മറ്റുള്ളവരുമായി ഇടപെടുന്ന വിധം വളരെയേറെ പഠിച്ചു എന്ന് ചിന്തിക്കുന്ന പലരെക്കാളും ഉത്തമമായിരിക്കും. അതിന് വലിയ വിദ്യാഭ്യാസമൊന്നും വേണമെന്നില്ല. ദൈവം തീർച്ചയായും നമ്മുടെ കണ്ണുകളെ പ്രകാശിപ്പിക്കുമ്പോൾ, ദൈവവചനം നമ്മുടെ കണ്ണുകളെ പ്രകാശിപ്പിക്കുമ്പോൾ ലോകത്തിന് ദൈവിക കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുവാൻ നമുക്ക് സാധിക്കും. പലപ്പോഴും അത് കേൾക്കുന്ന ലോകം അതിനെ ഭോഷത്വമായി കാണും എന്ന് മാത്രം. എന്നാൽ നമുക്ക് നിരാശപ്പെടേണ്ട യാതൊരു കാര്യവുമില്ല. ദൈവവചനം നമ്മെ അതിൻ്റെതായ ആ മഹത്വത്തിൽ വഴി നടത്തുന്നത്. ദൈവവചനം ഒരു ആത്മീയന് ജ്ഞാനം നൽകുവാൻ ശക്തമാണ്. അതേസമയം ദൈവത്തെ തള്ളിക്കളയുന്നവർക്ക് ദൈവവചനം ഭോഷത്വമാകുന്നു എന്ന് വളരെ വ്യക്തമായി നാം കണ്ടു. ദൈവത്തോടും ദൈവവചനത്തോടുമുള്ള നമ്മുടെ മനോഭാവം എങ്ങനെയാകുന്നു എന്ന് ഒന്ന് സ്വയപരിശോധന ചെയ്യുന്നത് വളരെ പ്രയോജനം ചെയ്യും. ഇന്നത്തെ പഠനം നിങ്ങൾ ശ്രദ്ധിച്ചതിന് വളരെ നന്ദി. അനുഗ്രഹമായിരുന്നുവല്ലോ. തുടർന്നും ഈ പഠനം ശ്രദ്ധിക്കുവാൻ ഞാൻ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കട്ടെ. ദൈവവചന പഠനം നമ്മെ ആത്മീയമായി വളർത്തുവാൻ മതിയായതാണ്. അതുകൊണ്ട് ദൈവവചനത്തോടുള്ള സ്നേഹത്തിൽ അത് വായിക്കുകയും പഠിക്കുകയും ചെയ്യുവാൻ ഞാൻ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കട്ടെ. അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണുന്നത് വരെ ദൈവ സാന്നിധ്യം നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.